ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണിത്. നമ്മളിതിനായിട്ട് നെല്ലിക്ക ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞാനിത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ പുഴുങ്ങിയെടുത്ത നെല്ലിക്കയാണിത്. ഉപ്പും മഞ്ഞളും ഇട്ട് നെല്ലിക്ക പുഴുങ്ങിയതിന് ശേഷം അതിനകത്ത് കുരു കളഞ്ഞൊന്ന് അല്ലിയായിട്ട് അടർത്തിയെടുക്കാം. വളരെ എളുപ്പമാണ് അടർത്തിയെടുക്കാൻ. അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് മുകളിലും താഴെയായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അടർന്നു വരും. അങ്ങനെ നമുക്ക് കുരുവെല്ലാം കളഞ്ഞ് ഇതൊന്ന് അടർത്തിയെടുക്കാം. അധികം മസാലയോ അധികം ചേരുവകളോ ഒന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പം നമ്മൾ കുരുവെല്ലാം കളഞ്ഞ് നെല്ലിക്ക മുഴുവൻ ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടും. ഓരോ അല്ലിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടും. നമ്മളെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഈ 4 സാധനങ്ങളാണ്. പച്ചമുളകൊക്കെ നമ്മൾ നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ട് അത്ര എടുത്താൽ മതി. ഒരുപാടൊന്നും വേണമെന്നില്ല. വെളുത്തുള്ളി ആണെങ്കിലും ആ അച്ചാറിന് ഇപ്പോൾ എന്തോരം നെല്ലിക്ക ഉണ്ടോ അതനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുക. അതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മളതിലേക്കൊരു 3 ചെറിയ പീസ് കായം ഇട്ട് കൊടുക്കുകയാണ്. കായം ഒന്ന് മൂപ്പിക്കാനായിട്ടാണ്. കായം മൂപ്പിക്കുന്നത് പൊടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. അതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടട്ടെ. എല്ലാ വശവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ കായം ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാ വശവും മറിച്ചിട്ട് നമ്മൾ മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അതിലേക്ക് നമ്മൾ ഓരോ ചേരുവകളായിട്ട് വറുത്തെടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളി അതിലേക്ക് ചേർക്കുക. അതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇച്ചിരി കൂടെ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് കളറായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പരുവ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അത് നമ്മൾ നേരെ നെല്ലിക്കയിലേക്കാണ് കോരി മാറ്റുന്നത്, വേറെ സെപ്പറേറ്റ് ഒന്നുമല്ല. അടുത്തത് നമ്മൾ ഇഞ്ചി വറുക്കാനിടുകയാണ്. ആ എണ്ണയിലേക്ക് തന്നെ, വേറെ എണ്ണയുമല്ല, ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയൊക്കെ പെട്ടെന്ന് മൂത്ത് കിട്ടും. അത് പെട്ടെന്ന് അടിക്ക് പിടിക്കുന്ന സാധനമാണ് ഇഞ്ചി. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇഞ്ചി നമ്മുടെ ആവശ്യത്തിനുള്ള പരുവമായിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും കോരി മാറ്റുകയാണ്.
അത് നമ്മൾ ആ നെല്ലിക്കയും വെളുത്തുള്ളിയും ഇട്ടതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. അടുത്തത് പച്ചമുളക്. അത് നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ട് പച്ചമുളക് എടുക്കുക. പച്ചമുളകും നമ്മളൊന്ന് വറുത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പച്ചമുളക് നമ്മുടെ ആവശ്യത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പം പച്ചമുളക് നമുക്ക് കോരി മാറ്റാം. ഇവിടെ ഇപ്പം നമ്മളൊരു ഇച്ചിരി വലിയ പാത്രം എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ പച്ചമുളക് കോരി മാറ്റുന്നില്ല. അതിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമുളക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് മുളക് പൊടി നമ്മളുടെ എരിവിനനുസരിച്ചാണ് ചേർക്കുന്നത്. ഞാനതുകൊണ്ട് സ്പൂണിൻ്റെ അളവ് പറയുന്നില്ല. നമുക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെല്ലിക്ക നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചത് കൊണ്ട് കളർ നമുക്ക് തോന്നണമെന്നില്ല. അപ്പം എരിവ് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 3-4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ആ മസാല അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു ശകലം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ആ നെല്ലിക്കയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇഞ്ചിയും വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ആ മുളക് വറ്റുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ ആ മുളക് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതിന് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെല്ലിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഒരു ശകലം വെള്ളം, അതൊന്ന് എല്ലായിടത്തും ഒന്ന് പുരണ്ടി കിട്ടാൻ ആവശ്യമായിട്ട് ഒരു ശകലം വെള്ളം, അത്രയും മതി. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചാറൊന്നും ആക്കിയല്ല വെക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി അങ്ങനെ വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം, ഇച്ചിരി കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിലും നല്ലത് നമുക്ക് വെള്ളം ഇല്ലാതെ ഇതുപോലെ ഡ്രൈ ആക്കി വെക്കുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച കായം ഒന്ന് പൊടിച്ചിട്ട് കായവും ചേർത്ത് കൊടുക്കുന്നു. ഉലുവയും കായവും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ട് ഇളക്കണം. ആ ഉലുവയും കായവും എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 സ്പൂൺ വിനാഗിരി നമ്മൾ ചേർത്തിട്ടുണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇളക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ വേവിച്ച കഷ്ണമാണ് നമ്മുടെ നെല്ലിക്ക. അപ്പം നമ്മൾ ഈ നെല്ലിക്ക കഷ്ണങ്ങൾ ഉടയാതെ വേണം ഇളക്കി കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇളക്കുമ്പം പൊടിഞ്ഞു പോവും. അപ്പം നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത്. ചെറിയൊരു പുളിപ്പും എരിവും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ കണ്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.